എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചായക്കടയിലെ സ്പെഷ്യൽ വിഭവമായ ഉണ്ടംപൊരിയാണ്. ഈ റെസിപ്പി രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് പഞ്ചസാരയും ഗോതമ്പ് മാവും കൊണ്ടാണ്. രണ്ടാമത്തെ രീതിയിൽ മൈദ മാവും ശർക്കരയും ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. രണ്ടിനും സ്വാദ് ഏകദേശം ഒരുപോലെയാണെങ്കിലും ശർക്കര ചേർത്തുണ്ടാക്കുന്ന ഉണ്ടംപൊരിക്ക് സ്വാദും സോഫ്റ്റും കുറച്ച് കൂടുതലായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ചിലർക്ക്. വളരെ പെട്ടെന്ന് നമുക്കിത് രണ്ട് രീതിയിലും തയ്യാറാക്കാം. ചേരുവ നോക്കുകയാണെങ്കിൽ ഏകദേശം അപ്പത്തിൻ്റെ പോലെയാണ്, പക്ഷേ അപ്പത്തിൻ്റെ ടേസ്റ്റ് അല്ല ഇതിന്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം പഞ്ചസാര കൊണ്ടുള്ള ഉണ്ടംപൊരി തയ്യാറാക്കാം. ഇതിനാദ്യം 10 ഏലക്കയും 2 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് മിക്സിയിൽ പൊടിച്ചു വയ്ക്കാം. നമ്മൾക്ക് 1 സ്പൂൺ ഏലക്കപ്പൊടി മതി. ഏലക്കപ്പൊടി പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടുവാനാണ് പഞ്ചസാര ചേർത്ത് പൊടിക്കുന്നത്. ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള ഏലക്കപ്പൊടി എയർ ടൈറ്റായി അടച്ച് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. അടുത്ത ഐറ്റം നമുക്ക് വേണ്ടത് നല്ലപോലെ പഴുത്ത പാളയംകോടൻ പഴമാണ്. അധികം പഴുക്കാത്ത ഈ പഴത്തിന് ഒരു പുളിപ്പ് രസമായിരിക്കും ഉണ്ടാവുക. നല്ലപോലെ പഴുത്ത പഴം എടുക്കുക. ഈ പഴത്തിന് പ്രത്യേക മണവും മധുരവുമായിരിക്കും. പഴം തോൽ കളഞ്ഞ് മുറിച്ച് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി വെള്ളമൊന്നും ഒഴിക്കാതെ നല്ലപോലെ അരച്ചെടുക്കുക. അരച്ച മിശ്രിതം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 കപ്പ്, അതായത് 1/4 കിലോ 250 ഗ്രാം ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കുക. 1/2 സ്പൂൺ സോഡാപ്പൊടി കൂടി ചേർക്കുക. എല്ലാ മധുര പലഹാരങ്ങൾക്കും മധുരം എൻഹാൻസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ലേശം ഉപ്പ് കൂടി ചേർക്കുക. ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് പൊടിച്ചു വെച്ച ഏലക്കപ്പൊടി കൂടി ചേർക്കുക. ഇനി ഇതെല്ലാം ആദ്യം ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം കൈകൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. ലേശം ഒട്ടുന്ന തരത്തിലായിരിക്കണം മാവ് കുഴച്ച് വെക്കേണ്ടത്. കുഴയ്ക്കുവാൻ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. എടുക്കുന്ന ഗോതമ്പ് മാവിനനുസരിച്ച് ഇതിൽ മാറ്റം വരാം. അങ്ങനെയാണെങ്കിൽ ലേശം വെള്ളം ചേർത്ത് കുഴച്ചാൽ മതി. ഇനി ഈ മാവ് അടച്ച് 2 മുതൽ 2.5 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യുവാൻ വയ്ക്കാം. ഇതിൽ നിലക്കടല, ജീരകം, വറുത്ത തേങ്ങാക്കൊത്ത് എന്നിവ ചേർത്തും കുഴയ്ക്കാം. നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് മാറ്റം വരുത്താം. നമ്മൾ 1 സ്പൂൺ നെയ്യിൽ വറുത്ത തേങ്ങാക്കൊത്താണ് ചേർക്കുന്നത്. തേങ്ങാക്കൊത്ത് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. 2.5 മണിക്കൂറിന് ശേഷം ഇനി ഇത് പൊരിച്ചെടുക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു ഉരുളിയോ കടായിയോ വയ്ക്കുക. പാത്രത്തിലെ വെള്ളമയം പോയ ശേഷം വറുക്കുവാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായോ എന്നറിയാൻ മാവിൽ നിന്നും ഒരു ചെറിയ പീസ് എണ്ണയിലിട്ടാൽ അത് മുകളിലേക്ക് ഉടനെ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം കറക്റ്റായി എണ്ണ ചൂടായിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ എണ്ണയുടെ മുകളിൽ കൈവച്ചാൽ ചൂട് കയ്യിലടിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ചൂട് കറക്റ്റാണോ എന്ന്. എണ്ണ ചൂടായി പുകയാനും പാടില്ല, ഒട്ടും ചൂടാകാതെ ഇരിക്കാനും പാടില്ല. എണ്ണ പുക വരുന്ന ചൂടിലാണ് നമ്മൾ പലഹാരം പൊരിക്കുന്നതെങ്കിൽ പുറം പെട്ടെന്ന് മൊരിഞ്ഞു കിട്ടും, പക്ഷെ ഉൾഭാഗം വെന്തു കാണില്ല. അതുപോലെ മതിയായ ചൂട് എണ്ണയ്ക്കില്ലെങ്കിൽ നമ്മളിടുന്ന പലഹാരം എണ്ണ കുടിക്കുകയും പ്രോപ്പർ ടെക്സ്ചറിൽ ആ വിഭവം കിട്ടുകയുമില്ല. നമ്മൾ അടച്ചു വെച്ച മാവ് 2.5 മണിക്കൂർ ആയിട്ടുണ്ട്. മാവ് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക. കൈ വെള്ളത്തിലൊന്ന് നനച്ചതിന് ശേഷം ഒരു ഉരുള മാവെടുത്ത് ഉരുട്ടി എണ്ണയിലേക്ക് ഇടാം. ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ പാൽ കവറോ അല്ലെങ്കിൽ ഏതെങ്കിലും കവർ എടുത്ത് മാവ് ഇതിൽ നിറച്ച് കോൺ പോലെയാക്കി ഇതിൻ്റെ അറ്റം കുറച്ച് വലുതായി മുറിച്ച് നമ്മൾ പാൽ കവറൊക്കെ മുറിക്കുന്നത് പോലെ മുറിച്ച് ഇതിലൂടെ മാവ് എണ്ണയിലേക്ക് പിഴിയാം. മാവ് എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞതും ഗ്യാസ് ഹൈയിൽ നിന്നും മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. നമ്മൾ ഇട്ടതും മാവ് എണ്ണയുടെ അടിയിൽ പോയി 1-2 മിനിറ്റ് കഴിഞ്ഞതും സാവധാനം മുകളിലേക്ക് വരും. ആ സമയത്ത് മറിച്ചിട്ടാൽ മതി. അതുപോലെ എണ്ണയിൽ കൂടുതൽ എണ്ണ ഒരേ സമയം ഇട്ടാൽ ഇവ ഒന്നിനോടൊന്ന് ഒട്ടിപ്പിടിക്കും.
അതുകൊണ്ട് നമ്മുടെ പാത്രത്തിൻ്റെ വലിപ്പവും നമ്മൾ ഒഴിച്ച എണ്ണയ്ക്കും അനുസരിച്ച് 3-4 എണ്ണ ഒരേ സമയം ഇട്ട് കൊടുത്താൽ മതി. ഇനി തിരിച്ചും മറിച്ചുമിട്ട് എല്ലാ ഭാഗവും മുരിഞ്ഞ് അതേസമയം ഉൾഭാഗം നല്ലപോലെ വേകുന്നത് വരെ പൊരിക്കുക. ഉണ്ടംപൊരിയുടെ കളർ മാറി ഡാർക്ക് കളറായി എണ്ണയുടെ പത അടങ്ങിയാൽ നമ്മൾക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. വളരെ സിമ്പിളായി തയ്യാറാക്കാവുന്ന 4 മണി പലഹാരമായ പഞ്ചസാരയും പഴവും ഗോതമ്പുമാവും ചേർത്ത ഉണ്ടംപൊരി ചൂട് ചായയോടൊപ്പം കഴിച്ചു നോക്കൂ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതട്ടെ. ഇനി രണ്ടാമത് ഉണ്ടാക്കുന്ന രീതി ആദ്യം ഉണ്ടാക്കിയതുപോലെ മാവ് കുഴയ്ക്കുന്ന രീതി സെയിം ആണ്. പക്ഷേ അടങ്ങിയിരിക്കുന്ന ചേരുവ തീർത്തും വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്ക് ശർക്കര ചേർത്തുള്ള ഉണ്ടംപൊരി ഉണ്ടാക്കിയാലോ. ഇതിന് ആദ്യം 1/4 കപ്പ് ശർക്കര 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഗ്യാസ് കത്തിച്ച് അടുപ്പിൽ വയ്ക്കുക. ശർക്കര ഉരുകി തിള വന്നാൽ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി ഇത് തണുക്കാൻ വയ്ക്കാം. ഒരു പാത്രത്തിലേക്ക് 2 പാളയംകോടൻ പഴം മുറിച്ചിടുക. ഇത് മിക്സിയിൽ അരയ്ക്കരുത്, സ്പൂണോ മാഷറോ ഉപയോഗിച്ച് മാഷ് ചെയ്യുക. ഇനി പറയുന്ന രീതി എൻ്റെ സ്പെഷ്യൽ മെത്തേഡാണ്. പഴത്തിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കുഴയ്ക്കുക. അതിനുശേഷം നമ്മൾ ചൂടാറാൻ വെച്ച ശർക്കര ലായനി അരിച്ച് ഒഴിക്കുക. സാദാ വെല്ലത്തിൽ അഴുക്ക് എന്തായാലും ഉണ്ടാകും. പഴവുമായിട്ട് ശർക്കര പാനി മിക്സ് ചെയ്യുക. ചിലർ മിക്സിയിൽ പഴം അടിച്ചു ചേർക്കും. അങ്ങനെ ചെയ്താൽ ഉണ്ടംപൊരിക്ക് അത്ര സോഫ്റ്റ്നെസ് കിട്ടില്ല. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദ ചേർക്കുക. 2 കപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1/2 കിലോ. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 സ്പൂൺ ഉപ്പും ചേർക്കുക. ആദ്യം സ്പൂൺ വെച്ച് യോജിപ്പിക്കുക. നെയ്യിൽ വറുത്ത് വെച്ച തേങ്ങാക്കൊത്ത് ചേർക്കുക. ഇനി കൈകൊണ്ട് നല്ലപോലെ കുഴയ്ക്കുക. പഴം മുഴുവൻ മാഷാകാതെ കിടക്കുന്നത് നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് കുഴയ്ക്കുമ്പോൾ നല്ലപോലെ ഒടിഞ്ഞു കിട്ടും. ചില പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ മാവ് കൈകൊണ്ട് കുഴച്ചാലാണ് സ്വാദുണ്ടാവുക. ലേശം കുഴഞ്ഞ പരുവത്തിലാണ് മാവ് കുഴയ്ക്കേണ്ടത്. നമ്മളെടുത്ത ശർക്കരപ്പാനി മാവ് കുഴയ്ക്കാൻ കറക്റ്റ് അളവാണ്. ഇനി നിങ്ങൾക്ക് മാവ് കട്ടിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലേശം വെള്ളം തെളിച്ച് കുഴയ്ക്കാം. 1 സ്പൂൺ ഏലക്കപ്പൊടിയും 1 സ്പൂൺ ജീരകം കൈകൊണ്ട് തിരുമിയതോ അല്ലെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തോ ചേർക്കുക. ജീരകം ചേർക്കുമ്പോൾ ഉണ്ടംപൊരിക്ക് പ്രത്യേക സ്വാദാണ്. ഇനി എല്ലാം നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇത് 2 തൊട്ട് 2.5 മണിക്കൂർ വരെ അടച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 2.5 മണിക്കൂർ സമയമായിട്ടുണ്ട്. മാവ് പൊന്തി വന്ന് നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇനി ഇത് പൊരിച്ചെടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഉണ്ടംപൊരി പോലെ തന്നെയാണ് ഇതും പൊരിക്കേണ്ടത്. കയ്യിൽ വെള്ളം തൊട്ട് നനച്ച ശേഷം 1 ഉരുള മാവെടുത്ത് ഉരുട്ടി എണ്ണയിലേക്ക് സാവകാശം ഇട്ട് കൊടുക്കുക. എണ്ണയിലിട്ട് കുറച്ച് കഴിഞ്ഞാൽ മാവ് ഒന്നുകൂടി വലിപ്പം വെച്ച് എണ്ണയുടെ മുകളിലേക്ക് പൊന്തി വരും. ഗ്യാസ് മീഡിയത്തിൽ വെച്ച് തിരിച്ചും മറിച്ചുമിട്ട് നല്ല ഡാർക്ക് ബ്രൗൺ ആവുന്നത് വരെ പൊരിക്കുക. ഉണ്ടംപൊരി കോരി മാറ്റി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കോരി മാറ്റുമ്പോഴുള്ള കളറിനേക്കാളും കുറച്ചുകൂടി ഡാർക്കാവും. ഈ കളർ കണ്ട് കരിഞ്ഞതാണെന്ന് വിചാരിക്കേണ്ട. ഉണ്ടംപൊരിയുടെ കളർ ഇതാണ്. ഇത് പഴം ചേർത്തത് കൊണ്ട് തന്നെ ഒരുപാട് ദിവസം സ്റ്റോർ ചെയ്യാൻ കഴിയില്ല. പെട്ടെന്ന് ഉപയോഗിക്കുന്നതാണ് നല്ലത്. എൻ്റെ അഭിപ്രായത്തിൽ ശർക്കര ചേർത്ത ഉണ്ടംപൊരിക്കാണ് സ്വാദും സോഫ്റ്റും കൂടുതൽ. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിനനുസരിച്ച് ഉണ്ടാക്കുക. ഞാൻ 2 രീതിയിൽ കാണിച്ചു തന്നേ എന്നുള്ളൂ. ഇതിൽ മൈദ മാവിന് പകരം ഗോതമ്പ് മാവ് യൂസ് ചെയ്യാം. അതുപോലെ ഗോതമ്പ് മാവ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഉണ്ടംപൊരിക്ക് പകരം മൈദയും ചേർക്കാം. അതെല്ലാം നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ചെയ്യുക. ഇങ്ങനെ മാവ് വെച്ച് മുഴുവൻ ഉണ്ടംപൊരിയും തയ്യാറാക്കുക. ഇങ്ങനെ എല്ലാ ഉണ്ടംപൊരിയും പൊരിച്ചെടുക്കുക. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ. ഇത് കുഴച്ച് വെക്കാനുള്ള സമയം മാത്രമേ വേണ്ടൂ. രാവിലെ കുഴച്ച് 2 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെച്ച് ആവശ്യാനുസരണം എണ്ണയിൽ പൊരിച്ചെടുക്കാം. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണേ. ചായക്കടിയിൽ നിന്നും കിട്ടുന്ന ഉണ്ടംപൊരിയേക്കാൾ സ്വാദാണ് നമ്മൾ ഇന്നുണ്ടാക്കിയ ഉണ്ടംപൊരിക്ക്. ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തോടെ സമർപ്പിക്കുന്നു. ഉണ്ടാക്കി നോക്കി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു കിടിലൻ വിഭവമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.